നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രീപോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കിന്ന് അതൊന്ന് വിലയിരുത്താം. ആർക്കാണ് വിജയ സാധ്യതയെന്നും അത് എത്രത്തോളം ആ വിജയ സാധ്യതയുണ്ടെന്നും നമുക്കൊന്ന് നോക്കാം. എന്താണ് പാർത്ഥന അതൊക്കെ ഒന്ന് കടന്നുപോയപ്പോൾ അതിലൂടെ കണ്ണോടിച്ചപ്പോൾ പാർത്ഥന എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും. അതായത് നിലമ്പൂർ ഇലക്ഷൻ ഇന്ന് കൊട്ടിക്കലാശം അവസാനിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇലക്ഷൻ എന്താണ് ആ ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് 23-ാം തീയതിയാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ വിവിധ ചാനലുകളും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ഏജൻസികളുമൊക്കെ പ്രീപോൾ സർവേ ഫലം സർവേ നടത്തി അതിൻ്റെ ഫലങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. ചില ആളുകൾ പുറത്തു വിടാനുണ്ട്. ഇനിയിപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും ഈ ഇലക്ഷൻ്റെ അന്ന് നടത്തുന്നതാണല്ലോ എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുന്നത്. പ്രീപോൾ ഫലം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ഷന് മുന്നേ അഭിപ്രായ സർവേയിലൂടെ നടത്തുന്ന മറ്റ് സാഹചര്യങ്ങളും എല്ലാം കൂടെ വിലയിരുത്തി കൊണ്ടുവരുന്നതാണ് പ്രീപോൾ സർവേ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള പ്രീപോൾ സർവേ ഫലത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്, ആർക്കാണ് വിജയസാധ്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചുകൊണ്ടുള്ള ഒരു സർവേയാണ് ഇത്തവണ നിലമ്പൂരിൽ നടത്തിയിട്ടുള്ളത്. കാരണം നിലമ്പൂരിൽ ഈ സർവേകളൊക്കെ നടത്താൻ കുറച്ചധികം സമയം കിട്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സർവേ നടത്തുന്ന ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഈ സർവേ ഫലങ്ങൾ വളരെ കൃത്യമാവണം എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന് വലിയ ഘടകമാണ്. ഇപ്പോൾ കുറച്ചധികം സമയത്തായി കേരളത്തിലെയൊക്കെ സർവേകൾ, പല പ്രമുഖ ചാനലുകളും നടന്ന സർവേകളൊക്കെ വലിയ വിധത്തിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ചുകൂടെ ചില ഓൺലൈൻ ചാനലുകൾ നടത്തുന്ന സർവേ ഫലങ്ങൾ കുറച്ചുകൂടി ആക്യുറസി വളരെ കൃത്യമായി പാലിക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്ന ചില സർവേ ഫലങ്ങളുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം മനോരമ നടത്തിയ ചില സർവേ ഉണ്ടായിരുന്നു. മനോരമ നടത്തിയ സർവേയിൽ എം എം മണിയുടെ മണ്ഡലത്തിൽ എം എം മണി തോൽക്കും എന്ന് പറഞ്ഞൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്നുള്ള നിലയിലായിരുന്നു പല സർവേ ഫലങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3-ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വെച്ചുകൊണ്ടുള്ള സർവേ ഫലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അത് സുരേഷ് ഗോപി മുന്നിലെത്തുകയും സുരേഷ് ഗോപി വലിയ മെജോറിറ്റി ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അതല്ല അതിലെ ഒരു കാര്യം എന്നൊരു സംശയമാണ്. ഇപ്പോൾ ഈ സർവേ ഫലങ്ങൾ വരുമ്പോൾ, അതായത് ഇലക്ഷന് മുന്നേ വരുന്ന സർവേ ഫലങ്ങൾ ഒരു വിഭാഗം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? കുറേ ആൾക്കാർ ജയിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യണം. നമ്മൾ ഓരോ വോട്ട് ചെയ്യുമ്പോൾ അത് പാഴായി പോകരുത്, നമ്മൾ വോട്ട് കൊടുക്കുന്ന ആൾ ജയിക്കുന്ന സ്ഥാനാർത്ഥി ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ ഈ സർവേ ഫലങ്ങൾക്ക് കഴിയില്ലേ? തീർച്ചയായിട്ടും. അതായത് പ്രീപോൾ സർവേ പലപ്പോഴും ചില ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില ആളുകൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളുടെ, അതായത് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലാത്ത നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാരുണ്ട്. അതായത് ജയിക്കുന്നത് ആരാണോ അവർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കുറേയധികം വോട്ടർമാരുണ്ട്. അപ്പം എൻ്റെ വോട്ട് പാഴാവരുത് എന്നുള്ള ധാരണയുടെ പുറത്ത്, അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പാർട്ടിപരമായിട്ട് ഞാൻ ഇന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, ഞാൻ ഇന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാർ ഈ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന രീതിയില്ല ഇപ്പോൾ. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുകയും രാഷ്ട്രീയത്തെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നോക്കി കാണുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന നിഷ്പക്ഷ വോട്ടർമാർ. അവരുടെ കയ്യിലാണ് യഥാർത്ഥത്തിൽ എന്തുള്ളത്? ഈ പറയുന്ന വിജയം നിർണ്ണയിക്കുന്ന കാര്യമുള്ളത്. അവരാണ് യഥാർത്ഥത്തിൽ തീരുമാനിക്കുക ഭരണം മാറണോ. മറ്റേ വോട്ട് എല്ലാവർക്കും ഒരു കണക്ക് കൂട്ടലുണ്ടാവും, എത്ര കിട്ടും, ഓരോ മണ്ഡലത്തിലെയും എത്രയാണെന്നുള്ളത് സ്വന്തമായിട്ട് തന്നെ അവർക്കൊരു കണക്ക് കൂട്ടലുണ്ടാവും. പക്ഷേ ഈ നിഷ്പക്ഷ വോട്ടുകൾ തന്നെയാണ് എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയെ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം നിലമ്പൂരിൽ പ്രത്യേക സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പി വി അൻവർ പല വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജിവെക്കുന്നു, പിണറായി സത്യത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങുന്നു, സംഘപരിവാർ വൽക്കരണത്തിനെതിരെ കൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന പി വി അൻവറിന് പക്ഷേ UDF കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പി വി അൻവറിൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് പി വി അൻവർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ എല്ലാവരെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. കാരണം എം സ്വരാജിനെ തന്നെ CPM ഇറക്കിയത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ CPM വലിയ മെജോറിറ്റി ഇല്ല എന്ന് CPM തന്നെ അറിയാം. പി വി അൻവറിൻ്റെ ബലത്തിലാണ് അവിടെ ജയിച്ചത്. പി വി അൻവറിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടുകൾ, ആ വോട്ടുകളാണ് അൻവറിനെ അവിടെ വിജയിപ്പിച്ചത്. പക്ഷേ അതിൽ പി വി അൻവറിന് വ്യക്തിപരമായി കിട്ടിയത് കൊണ്ട് മാത്രമല്ല പി വി അൻവർ ജയിച്ചത്. അല്ല, CPM ഇടതുപക്ഷത്തിന്റെ വോട്ടിനൊപ്പം പി വി അൻവറിന് കിട്ടിയ വോട്ടുകളാണ് അവിടെ ഇടതുപക്ഷത്തിന് ഗുണമായി. പഴയ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കിട്ടുന്ന കുറച്ച് വോട്ടുകളും വ്യക്തിപരരമായി, അതെ, തീർച്ചയായിട്ടും പി വി അൻവറിന് ഗുണം ചെയ്തിട്ടുണ്ട്. ആ വോട്ടുകൾ ചിലപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുമ്പോൾ കിട്ടണമെന്നില്ല. അതാണ്. അപ്പം ഈ പറയുന്നത് പോലെ പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പി വി അൻവർ ഒറ്റയ്ക്കാണല്ലോ ഇപ്പോൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് CPM വോട്ടുകൾ
ഉറച്ച കേഡർ വോട്ടുകൾ അവർ വേറെ എവിടെയും പോയില്ല. അത് എം സ്വരാജിലേക്ക് തന്നെ പോകും. പിന്നെ എം സ്വരാജിനോട് താല്പര്യമുള്ള ആളുകളുടെ വോട്ട് കൂടെ ഇത്തവണ സ്വരാജിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയും CPM-ൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരാജിനെ തന്നെ ഇറക്കി, ഇത് പരാജയമോ വിജയമോ എന്നതുപോലും ഉറപ്പില്ലാത്തൊരു സ്ഥലത്ത് സ്വരാജിനെ ഇറക്കി കളിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിനേക്കുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ അത് UDF-ന് വലിയ ആത്മവിശ്വാസത്തിലോട്ട് പോകും. അതുപോലെ തന്നെ CPM ആണ് ജയിക്കുന്നതെങ്കിൽ CPM-ന് മൂന്നാം ഭരണം എന്നുള്ള നിലയിലേക്കുള്ള ആത്മവിശ്വാസത്തിന് കുറച്ചുകൂടെ അത് അവർക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്വരാജിനെ അവിടെ ഇറക്കുകയും സ്വരാജ് എന്ന് പറയുന്ന ഒരാളെ ഇറക്കിയിട്ട് ഈ പറയുന്ന എന്താണ് ഈ എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ വെച്ചുകൊണ്ട് സ്വരാജിനെ ഒരു ബിംബമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ CPM-ൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇപ്പോൾ ജോയി സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു, അത് പറ്റിയില്ല. അൻവർ പറയുന്നത് പോലെ സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞു, അത് നടന്നില്ല. പിന്നീട് ഈ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളുണ്ടായി. ഈ മലയോര കർഷകരെ പരിഗണിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്, VD സതീശൻ എന്ന് പറഞ്ഞാൽ മുക്കാൽ പിണറായിയാണ് തുടങ്ങിയ വലിയ പരാമർശങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അൻവറിനെ UDF-ലേക്ക് ചേർക്കണം എന്ന് രണ്ടഭിപ്രായം ഈ UDF-ൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, UDF തന്നെ ഉണ്ടായി. പിന്നെ ഇപ്പം അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്, ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ആര്യാടൻ ഷൗക്കത്താണ് അവിടെ സ്ഥാനാർത്ഥിയായത്. ആര്യാടൻ മുഹമ്മദ് ഒരു ഹിന്ദു നിലപാടുകാരനായിരുന്നു. അതായത് ഹിന്ദുക്കളെ വല്ലാതെ സ്നേഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്ത ഒരാളായിരുന്നു. ഉപരി അത് പറയാൻ എനിക്ക് തോന്നുന്നത് തീവ്ര മത നിലപാടില്ലാത്ത ഒരാളെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അത് ശരിയാണ്. പക്ഷെ ഞാനത് പറഞ്ഞത് അങ്ങനെ ഒരു പ്രചാരണം അവിടെ നടക്കുന്നുണ്ട്. ഹിന്ദു നിലപാടുകളോട് നിന്ന് പാണക്കാട് തറവാട്ടുകാരെ തെരുവിളിച്ച ഒരാൾ എന്ന നിലയിലൊക്കെ അവിടെ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ അതിനിടയ്ക്ക് BJP-യുടെ കാര്യം, അതായത് BJP ഒരു എന്താണ് മാർത്തോമ വിഭാഗക്കാരനായിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ തന്നെ കർഷകരുടെ വോട്ടുകളും മലയോര കർഷകരുടെ വോട്ടുകളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP അത്തരത്തിലൊരു ഒരു തന്ത്രത്തിലേക്ക് പോയത്. BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നേ ഇല്ല എന്നുള്ളൊരു നിലപാടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു അതാണ് രാജേന്ദ്ര ശേഖർ ആദ്യം പറഞ്ഞത്, സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർ സ്ഥാനാർത്ഥിയെ നിർത്തുകയും അത് പണി കിട്ടും എന്ന് മനസ്സിലായ ശേഷം കൃത്യമായി അവിടെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ മൂന്ന് മുന്നണികളെയും എടുത്തു നോക്കുമ്പോൾ, അൻവറിനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പം അവിടെ പ്രീപോൾ സർവേ ഫലങ്ങൾ വിവിധ ഏജൻസികൾ നടത്തിയതിൽ നിന്ന് കൃത്യമായി മനസ്സിലാകുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു 35% അല്ലെങ്കിൽ ഒരു 38% വോട്ടുകൾ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് എം സ്വരാജ് അവിടെ എം സ്വരാജ് ആയിരിക്കുമോ അതുപോലെ ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കുമോ വിജയിക്കുക എന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഭൂരിഭാഗം സർവേകളും പറയുന്നത് എം സ്വരാജിന് എന്താണ് ഈ പറയുന്ന പോലെ ഒരു മുൻതൂക്കമില്ല എന്നുള്ളതാണ്. അല്ല, ഈ PV അൻവർ ആദ്യം ഒരു കൊടുങ്കാറ്റ് പോലെയൊക്കെ വന്ന് ഇരു മുന്നണികളെയും ഒന്ന് വിറപ്പിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ അവിടെ ആ നിലമ്പൂർ സന്ദർശിച്ച ഒരാൾ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞത്, അവിടെ ഈ PV അൻവർ വലിയ രീതിയിൽ ഫ്ലെക്സ് അടിക്കുന്നുണ്ട്, ഈ എന്തൊക്കെയോ കുറേ ആഡംബരങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വോട്ട് കിട്ടണമെങ്കിൽ താഴെ തട്ടിലിറങ്ങി ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുള്ളൊരു പ്രചരണം ആവശ്യമാണ്. അതവിടെ കാര്യമായി PV അൻവറിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ PV അൻവർ എല്ലാ ഷോയും കാണിക്കുന്നത് എവിടെയാണ്? മാധ്യമങ്ങൾക്ക് മുന്നിലാണ് കരയുന്നതും ഉടുപ്പ് മാറ്റാൻ പൈസയില്ലെന്ന് പറയുന്നത്. എനിക്ക് പൈസയില്ല എന്നൊക്കെ പറഞ്ഞത് മാധ്യമങ്ങളുടെ മുന്നിലാണ്. പിന്നെ പലപ്പോഴും PV അൻവറിൻ്റെ വീഡിയോകൾക്കും പോസ്റ്റുകൾക്കും ഒരുപാട് സപ്പോർട്ട് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. PV അൻവർ ഒരു ലൈവ് വരുമ്പം കാഴ്ചക്കാർ ഒരുപാട് ഉണ്ടാവുന്നു. അതിൻ്റെ അർത്ഥം അതെല്ലാം നിലമ്പൂർ മണ്ഡലത്തിലെ ആൾക്കാരല്ല, ഈ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് കാണുന്ന മലയാളികളായിരിക്കാം. അപ്പോൾ ആ ഒരു PV അൻവറിൻ്റെ വീഡിയോയ്ക്ക് കാഴ്ചക്കാർ കൂടി എന്ന് പറഞ്ഞിട്ട് അതെല്ലാം വോട്ടാകണമെന്നില്ല. അതൊരു മെയിൻ കാര്യമാണ്. ഈ പറഞ്ഞ സർവേകളിലെല്ലാം ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് മേൽക്കോയ്മയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, അത് ഈ സർവേകളെല്ലാം പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന് മുൻതൂക്കമുണ്ട്. അതായത് അവിടെ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് വലിയ ശക്തിയുണ്ട്. അപ്പം മുസ്ലിം ലീഗ് ഇത്തവണ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസിനേക്കാൾ അവിടെ ശക്തമായി പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ പറയുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് കൃത്യമായി അവരുടെ വോട്ട് കഴിഞ്ഞ 2 ടേമായി മുസ്ലിം ലീഗിൻ്റെ വോട്ട് അൻവറിന് വീണിട്ടുണ്ട്. അങ്ങനെയാണ് അൻവർ അവിടെ വിജയിച്ചത്. ഇത്തവണ പക്ഷെ അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ആർക്കുണ്ട്? ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ നിർബന്ധം ലീഗിനുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തവണ CPM ഇവിടെ ജയിച്ചാൽ അതോടുകൂടി ആരുടെ കയ്യിൽ നിന്ന് ഈ സീറ്റ് പോകും? ഈ സീറ്റ് ലീഗിൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് തന്നെ അവിടെ വലിയ ക്ഷതം സംഭവിക്കുകയും ചെയ്യും. മറ്റേത് കോൺഗ്രസിൻ്റെ കയ്യിലാണ് സീറ്റുള്ളത്. കോൺഗ്രസ് അവിടെ 2 or 3 വട്ടം പരാജയപ്പെട്ടാൽ ആ സീറ്റ് ആർക്ക്
ആർക്ക് കൈമാറും? ലീഗിന് കൈമാറും. അതായിരുന്നു ഒരു തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇതല്ല, ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ലീഗിന് മനസ്സിലാവുകയും ലീഗ് അരയും തലയും മുറുക്കി ഇറങ്ങി ഈ പാണക്കാട് തങ്ങളെ പിന്നെ എന്താണ് ചീത്ത വിളിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളെയൊക്കെ പാടെ ലീഗ് തള്ളി, പാണക്കാട് കുടുംബം തന്നെ വന്ന് തള്ളി ഈ പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മളവിടെ കണ്ടു. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവിടെ നിന്ന് ഈ ഒരു പഞ്ചായത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചണ്ടിയുമ്മന് പിന്നെ ചാർജ് കൊടുത്ത പഞ്ചായത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു എത്രയധികം വീടുകളാണ് കയറിയത്. ഒരു ദിവസം 350-ലേറെ വീടുകളൊക്കെ അദ്ദേഹം ഓടി നടന്ന് കയറുന്നുണ്ട്. അങ്ങനെ ഏറെക്കുറെ വീടുകളും ഒറ്റയ്ക്ക് കയറി, അത് ഒറ്റയ്ക്ക് കയറുക വെച്ചാൽ ഇദ്ദേഹത്തോടൊപ്പം ഉള്ള ആളുകളൊപ്പം അവിടെ ചാർജ് കൊടുത്ത സ്ഥലത്ത് കയറി പൂർത്തീകരിക്കുന്നുണ്ട്. അപ്പം നല്ല വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലോട്ട് കോൺഗ്രസും ലീഗും ഇറങ്ങിയത് കൊണ്ട് എന്താണ് ഈ പറയുന്നത് പോലെ ആര്യാടൻ ഷൗക്കത്തിന് ആ ഒരു മെജോറിറ്റി ഭൂരിപക്ഷം അവിടെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എല്ലാ സർവേയും പറയുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി പറയണം, അതായത് ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറുക എന്നുള്ളതല്ല, 15-ന്റെയും 20-നും അടുത്ത് ഭൂരിപക്ഷത്തിൽ ഈ പറയുന്നത് പോലെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അത് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവും. ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും CPM-ന് അടുത്തേക്കല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തേക്കും അൻവറിനുമാണ് വോട്ട് പോവുക എന്നുള്ളതാണ് ഈ പറയുന്ന സർവേയിൽ പറയുന്നത്. അൻവർ ഒരു 15,000 മുതൽ 20,000 വരെ വോട്ട് വരെ അൻവർ പിടിച്ചേക്കാം എന്നും ഈ സർവേ പറയുന്നുണ്ട്. അത് നമ്മൾ ആലോചിക്കണം. കാരണം ഒരാൾ നിന്നുണ്ട്, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവിടെ 15,000 മുതൽ 20,000 വരെ വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല. അതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ ആ അൻവർ UDF-നൊപ്പം ആയിരുന്നെങ്കിലോ ഒരു 30,000-35,000 വോട്ടിന് UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും. എന്തായാലും ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം തലവര മുന്നോട്ട് എന്താവണം എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതോടൊപ്പം തന്നെ BJP-യുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ BJP-ക്ക് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് കുറച്ച് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ എന്താണ് വോട്ട് വർദ്ധിപ്പിച്ച് കർഷകരുടെ അടക്കം മർത്തോമ വിഭാഗക്കാരുടെ അടക്കം വോട്ടുകൾ ഈ പറയുന്ന BJP സ്ഥാനാർത്ഥി കിട്ടും എന്നും സർവേ പറയുന്നുണ്ട്. എന്തായാലും ഈ സർവേ ഫലങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കം എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ കയ്യിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതാണ് സാഹചര്യം. ഇതിലൊരു വ്യക്തത വരാൻ നമുക്കിനി അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല.